കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു പൂളക്കുറ്റി ചന്ദ്രന്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ. പൂളക്കുറ്റി ബാങ്ക് കവർച്ച നടത്തിയ സംഘത്തിലെ നേതാവാണ്. അതുകൊണ്ടാണ് പൂളക്കുറ്റി ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് കവർച്ചയിൽ മാത്രം ചന്ദ്രൻ നിന്നില്ല. ചന്ദ്രൻ മറ്റ് പല മേഖലകളിലേക്കും ഇങ്ങനെ വ്യാപിച്ചു. വാഹന മോഷണം എന്ന് പറയാൻ പറ്റില്ല, വാഹനമൊക്കെ ലീസിനെടുത്ത് കൊണ്ടുപോയിട്ട് RC ഒക്കെ വ്യാജമായിട്ട് നിർമ്മിച്ച് വിൽക്കുക. അപ്പോൾ ഈ പൂളക്കുറ്റി ചന്ദ്രൻ്റെ ജീവിതത്തിലൂടെയാണ്, ആ ഒരു വാഹന കവർച്ച, വഞ്ചന, ഇത്തരം സംഭവങ്ങളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിൻ്റെ യാത്ര. പ്രേക്ഷകർക്കും ഇതിൽ നിന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഹേമരാജ് മാച്ചേരിയാണ്. ഒത്തിരി നമ്മളെ നേരത്തെ എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഒത്തിരി കേസുകൾ തെളിയിക്കാൻ രാപകൽ പണിയെടുത്തിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര പൂളക്കുറ്റി ചന്ദ്രനോടൊപ്പം ആകാം. പ്രേക്ഷകർക്കും ഒപ്പം ഹേമരാജ് മാച്ചേരിക്കും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. ആരാണ് ഈ പൂളക്കുറ്റി ചന്ദ്രൻ ശരിക്കും? അയാള് പൂളക്കുറ്റി ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ പറ്റി പറഞ്ഞ മുന്നേ അതിന്റെ കുറച്ച് മുന്നോട്ട് സഞ്ചരിക്കണം, എന്നാലും നമുക്ക് സംസാരിക്കാം. ഇയാള് പൂളക്കുറ്റി ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് പൂളക്കുറ്റി ബാങ്കിന്റെ പൂളക്കുറ്റിക്കാരനാണോ? അല്ല, ആക്ച്വലി പൂളക്കുറ്റി അല്ല. ഈ പൂളക്കുറ്റി ബാങ്ക് റോബറി കേസുമായിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് പേര് വീണത് 2000 സംതിങ് അങ്ങനെ പോട്ടല്ലേ, കുറെ മുന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് അയാളെ പറ്റി പിന്നീട് വിവരമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തലശ്ശേരിയുടെ സമയത്താണ് 2006-2007 കാലഘട്ടത്തിലാണ് ഈ സംഭവം. ഒരു ദിവസം ഒരു പരാതി വരുന്നു, ഒരു സ്കോർപിയോ വണ്ടി മിസ്സിങ്. തലശ്ശേരിയിലെ ഒരാളുടെ ഒരു സ്കോർപിയോ വണ്ടി മിസ്സിങ്. അങ്ങനെ ആ ഒരു സ്കോർപിയോ ഇപ്പം ഉണ്ട്, സാധനം സ്കോർപിയോ. ആ സ്കോർപിയോ മിസ്സിങ് വന്നിട്ട് എന്താണെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ ഒരു സുഹൃത്തിന് തൽക്കാലത്തേക്ക് ഒന്ന് ഓടിക്കാൻ കൊടുത്തു. അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷെ അവൻ കൊണ്ടുപോയിട്ട് അവനോട് വേറെ തൽക്കാലത്തേക്ക് തരുമെന്ന് ചോദിച്ചു, വാങ്ങിച്ചുകൊണ്ടേ. ഈ 2-3 ദിവസത്തെ ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് അങ്ങ് പോയപ്പോൾ വണ്ടി കാണാനില്ല. അപ്പോൾ ഇവർ പോലീസിനോട് പറയുന്ന മുന്നേ സ്വന്തമായിട്ട് തന്നെ ഒരു കാര്യമെല്ലാം അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ബാംഗ്ലൂർ വണ്ടിയുണ്ട് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതെങ്ങനെയാ വെച്ചാൽ ഇവര് നെറ്റ്വർക്കുകളുടെ ടീമായിരിക്കും. പക്ഷേ ഇവർക്ക് പോയി എടുക്കാനൊന്നും പറ്റില്ല, ബാംഗ്ലൂരല്ല, കേരളത്തിലല്ലല്ലോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി ആയിട്ട് എൻ്റെ വണ്ടി ഇങ്ങനെ മിസ്സിങ്. ശരി, ഞങ്ങൾ എന്നപ്പോഴും അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഉണ്ട്, വത്സൻ, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന വത്സൻ, പിന്നെ ബിജു, വിനോദ്, ഇവരെല്ലാം നല്ല. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ പോകുമ്പോൾ ബിജുലാലും ഞാനും വിനോദും വത്സാട്ടും തന്നെ പോകുന്നത്. അങ്ങനെ ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു വണ്ടിയിൽ ബാംഗ്ലൂരേക്ക് പോകുന്നു. ആ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം 4 മണി, ഇതൊരു 4:30 ആ സമയത്ത് ബാംഗ്ലൂരെത്തി, ഒന്ന് ഫ്രഷായി. ഈ വണ്ടി നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചു തന്നു. ഒരു വലിയ മതിൽ കേട്ടുള്ള വീട്ടിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ വണ്ടിയുള്ളത്. അപ്പം ഞങ്ങൾ സെക്കൻഡ് കീ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇയാളെ സെക്കൻഡ് കീ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈസി ആയിട്ട് അത് എടുത്തു പോരാം, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എടുത്തു പോരാന്നല്ല പോകുന്നത്. അല്ല, കോമ്പൗണ്ടിന് തൊട്ട് പുറത്താണ്. പക്ഷെ വാച്ച്മാൻ ഉണ്ട്, ഈ വാച്ച്മാൻ ഉണ്ട്, ഈ ഗേറ്റിന് വാച്ച്മാൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ കീ ഇട്ടപ്പോൾ വണ്ടി ഓണാവുന്നില്ല. അപ്പം കീ മാറിയെന്ന് മനസ്സിലായി. കീൻ്റെ സെറ്റ് മാറ്റിയിട്ടുണ്ട് അവർ. അങ്ങനെ ഞങ്ങൾ ഈ വാച്ച്മാനോട് വെറുതെ ഒരു ഇതിൽ ചോദിച്ചു പറഞ്ഞു, അയാൾ മുതലാളിയാണ് ഇതിൻ്റെ വണ്ടീൻ്റെ ഓണർ എന്ന് പറഞ്ഞു. ആരാ ഓണർ എന്ന് ചോദിച്ചു, വെറുതെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അയാളെ കണ്ടു. ഒരു 6 അപ്പോഴത്തേക്കും നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണി ഏകദേശമായി. ഫസ്റ്റ് തന്നെ അയാളെ പോയി വിളിച്ചു. വണ്ടി നിങ്ങളാണോ, കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഞാൻ വാങ്ങിച്ചത് സാർ, ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചു തന്നു. അപ്പോൾ വില കൊടുത്ത് വാങ്ങിച്ചു പറഞ്ഞപ്പോൾ അയാൾ ഒരു നല്ല മാന്യ വ്യക്തിയാണ്. അയാളൊരു വലിയ ഒരു ബാറൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനത്തെ വലിയ പിന്നെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് RC അടക്കം എല്ലാ ഒറിജിനൽ RC ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒറിജിനൽ RC ഉണ്ട്. അപ്പോൾ അയാളോട് പറഞ്ഞു, ആക്ച്വലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതിങ്ങനെയാണ് ചീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കള്ള RC ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തിയായിരിക്കും, അല്ലാതെ ഒറിജിനൽ RC ഇയാളെ കയ്യിൽ തന്നെ RC വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് RC കാണിച്ചു. ഞങ്ങൾ തന്നെ ആവശ്യപ്പെട്ടു പോയി. ഈ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഫോർജഡ് RC ഉണ്ടാക്കിയിരിക്കുന്നത്. RC കാണിച്ചു, അയാളും കാണിച്ചു, നമ്മൾ കാണിച്ചു. അയാൾ പറഞ്ഞു, ഇതെന്താ സാർ ഇതിപ്പോൾ ഏതാ ഒറിജിനൽ? അയാൾക്കും പറയാം. നമ്മൾ പറഞ്ഞു, ഇതാണ് ഒറിജിനൽ, അതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അങ്ങനെ അത് അയാൾ പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ നമുക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അഗ്രിമെൻ്റ് ആക്കി വണ്ടി തരാം. അയാളൊരു മാന്യനാണ്, അയാൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, അയാൾക്ക് ഇഷ്ടംവരെ വണ്ടി വേറെ ഉണ്ട് അയാളുടെ വീട്ടിൽ.
അങ്ങനെ സ്റ്റേഷനിലെത്തി വണ്ടി തരാൻ നേറ്റു. പക്ഷെ അയാളൊരു അഗ്രിമെൻറ്റ് വെച്ചു, ഞാൻ നിങ്ങൾക്ക് വണ്ടി വിട്ടു തരണമെങ്കിൽ എനിക്ക് വണ്ടി തന്ന ആളെ നിങ്ങൾ കസ്റ്റഡി എടുക്കണം. അയാൾക്ക് അയാളുടെ പൈസ പോയാലും വേണ്ടില്ല, ഇവനെ പിടിച്ചിട്ട് കേസാകണം എന്നുണ്ടല്ലോ. അപ്പം അയാൾ കൊടുത്ത പൈസക്ക് ഇതുണ്ടാവും, ഞാൻ വാങ്ങിച്ചോളൂ. അവൻ ഇവര് സിവിൽ ഗാർഡായിട്ടുള്ള 10-25 പേരെ തീറ്റിപ്പറ്റുന്ന ആളാണ് ഇയാൾ. അപ്പൊ അത്ര അയാൾ പറഞ്ഞു അതിന്റെ പൈസ അയാൾ എൻ്റെ പൈസ ഞാൻ വാങ്ങിച്ചോളും, നിങ്ങളത് നോക്കണ്ട സാർ. പക്ഷേങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ശരി പറഞ്ഞു. അങ്ങനെ അയാളെ പജീറോ കാറിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഞാൻ ആളെ കാണിച്ചു അയാളെ കാറിൽ കൊണ്ടുപോയി. ഞങ്ങളെ കാർ എടുക്കണ്ട പറഞ്ഞു. ഞങ്ങൾ പോയ വണ്ടി സൈഡാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വണ്ടിയിൽ വന്നു പറഞ്ഞിട്ട് അവരെ വണ്ടിയിൽ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ട്രീറ്റിലെത്തി പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തായിട്ട് മാറി മാറി നിന്നു. പുള്ളി പറഞ്ഞു ഞാൻ വന്ന് ആളെ കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾ അടുത്തേക്ക് വന്നാൽ മതി. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ആരുമില്ല, ഞങ്ങൾ മാത്രം. അങ്ങനെ 1 മണിക്കൂറിലധികം കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഒരു 7 മണി 6:45 7 മണി ആ സമയത്തായിട്ടുണ്ടോ. ഒരു രാത്രിയാണോ? ടൗണില പുലർച്ചെ രാവിലത്തെ അവർ എല്ലാവരും കോഫി അടിക്കാൻ ഇറങ്ങുന്ന സമയമുണ്ടല്ലോ. ഞങ്ങളും അതുപോലെ തന്നെ ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിച്ചു കൊടുക്കുമ്പോൾ ആൾ വന്നു. ഞങ്ങൾ അയാളുടെ അടുത്തു കൈ എടുത്ത് വണ്ടിയൊക്കെ കയറ്റി കുറെ ഇങ്ങോട്ട് എത്തി. അതേ വണ്ടി തന്നെ അയാളെ വണ്ടി. ഞങ്ങളെ വണ്ടി കുറച്ച് ഇപ്പുറത്തുണ്ട്, ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങളെ വണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ വണ്ടിയിൽ കയറ്റിയിട്ട് 1 കിലോമീറ്റർ വന്ന് ഞങ്ങളെ വണ്ടിയിലേക്ക് കയറ്റി. എന്നിട്ട് കാര്യം ചോദിച്ചു എന്താ സംഗതി. ഞാൻ അപ്പോൾ കർണാടകക്കാരനാണ്. അവിടെയുള്ള ഒരു അല്ല, ഇയാൾക്ക് മലയാളം അറിയാം, ഈ കക്ഷിക്ക് മലയാളം അറിയാം. അപ്പൊ ഈ കക്ഷി ഈ മറ്റേയാളെ കണ്ടപ്പോൾ തന്നെ ഇവൻ ആകെ പേടിച്ച്, ഇവനറിയാം ഇയാള് ഇവനെന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവന്റെ വലിയ ഗ്യാങ് ഉണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വെച്ചപ്പോൾ പീറ്റർ എന്നാണ് പേര്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ വണ്ടി എനിക്ക് നാളെ തന്നാണ്. അവിടെയാണ് നമുക്ക് ഈ പൂളക്കുറ്റി ചന്ദ്രൻ്റെ പേര് കിട്ടുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ തന്ന, പൂളക്കുറ്റി ചന്ദ്രൻ അയാൾക്കറിയില്ല, അവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ തന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു വേറൊരു കക്ഷിയുണ്ട്, ഇവരെ കൂട്ടിന് ഒരു വിജേഷുണ്ട്. അവർ രണ്ടാളാണ് ഞങ്ങൾക്ക് വണ്ടി കൊണ്ടു തരുന്നത്. അങ്ങനെ ഇയാളെ കിട്ടിയ ഉടനെ പുള്ളി പോയി. ഞങ്ങൾ ആ ഇവരുടെ വണ്ടിയിൽ നിന്ന് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ചോദിക്കുമ്പോൾ അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആൾ ഓടിച്ചു വരുന്നുണ്ട്. ഞങ്ങളെല്ലാം കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു. വണ്ടി കൊടുത്ത ഇയാളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ തലശ്ശേരിക്ക് വന്നു. ഈ വണ്ടി കളവ് ചെയ്ത വണ്ടി എൻ്റെ എഫ്ഐആർ ഉണ്ടായിരുന്നു, എന്നിട്ട് എഫ്ഐആർ പോയത്. ആ വണ്ടീൻ്റെ കളവ് ചെയ്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തിന് ഇയാളെ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ചന്ദ്രനെ, അപ്പോൾ ചന്ദ്രൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി, ഇയാളുടെ നിന്ന് കോൺടാക്ട് നമ്പർ കിട്ടി. പിന്നെ ഫോട്ടോ നമ്മൾ സംഘടിപ്പിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഇവൻ്റെ ലൊക്കേഷൻ കിട്ടുന്നത് അന്നേരം സൈബർ അങ്ങനെ റെഡി ആയിട്ടില്ല. നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ അല്ല, ലൊക്കേഷൻ സൈബറിൻ്റെ കിട്ടും. പക്ഷെ സൈബർ സെൽ കൊടുത്താൽ കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ ഇപ്പം കൊടുത്താൽ 10 മിനിറ്റ് സാധനം കിട്ടും. പക്ഷെ അന്ന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ കിട്ടുക. ആ കിട്ടാൻ ടെക്നോളജി വളർന്നിട്ടില്ല, കുറച്ച് പണിയുണ്ടായിരുന്നു, കിട്ടൂല നമുക്കറിയാം. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ ലൊക്കേഷൻ കാണിച്ചു. അത്രമാത്രമേ അറിയില്ല. പയ്യന്നൂർ ഇവൻ മറ്റേ ആളെ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയാൾ ആ വണ്ടി ഞങ്ങൾ അല്ല, ആ വണ്ടി എടുത്തു, നമ്മൾ വണ്ടി എടുത്തു. അവിടുന്ന് അറസ്റ്റ് ചെയ്ത കർണാടകക്കാരനെ കൊണ്ടുവന്നു. അവനെല്ലാം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. പിന്നെ ഇയാളെ നമുക്ക് ഇവന്റെ ജീവിത പശ്ചാത്തലം എന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെ കൊടുക്കുന്ന വണ്ടി വെച്ചാൽ ഇവര് കമ്മീഷൻ കിട്ടും. അവനൊരു കമ്മീഷൻ മാത്രം. ഇവന് അവിടെ ഒരു ഇടനിലക്കാരൻ വേണം ഇവർക്ക്. ഈ ഇടനിലക്കാരൻ മാത്രം. അവിടെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. കോളേജ് പ്രൊഫസറുണ്ട്, പിന്നെ പള്ളിയിലെ ഫാദർ ഉണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല ഇങ്ങനെ. ഇയാളിങ്ങനെ വന്നു, ഇവർക്കൊന്നും നല്ല ടീമായിട്ട് വരുന്നു. അവർ നല്ല പൈസ കൊടുക്കുന്നു, കറക്റ്റായിട്ട് പൈസയും കൊടുക്കുന്നുണ്ട്. വണ്ടിക്ക് കുറച്ച് പൈസ അല്ല, അവരെ ആ സമയത്ത് റേറ്റ് തന്നെ മേടിച്ച് കൊടുത്താണ് മേടിക്കുന്നത്. അവർക്ക് യാതൊരു അറിയില്ല. ഈ ഒറിജിനൽ ആർസിയാണ് അവരെ കാണുന്നത്. മനസ്സിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ ഒരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പയ്യന്നൂരേക്ക് വിട്ടു. ബിജിലാലുണ്ട്, വിനോദുണ്ട്, മത്സരമുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷനിൽ ഒരു 11 മണിക്ക് പെരുമ്പ ജംഗ്ഷനിൽ 11 മണിക്ക് ഞങ്ങൾ എത്തി. അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഏതെങ്കിലും ഓട്ടോറിക്ഷയിലോ അങ്ങനെ ഒരു ബസ്സിലോ ഏതെങ്കിലും വരുന്നുണ്ടോ എന്നല്ല ഞങ്ങൾ ഇങ്ങനെ പാത്ത് ഞങ്ങളൊരു വണ്ടിയും കൊണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്താണ് ഇവന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. അവൻ അവിടെ തന്നെ ഉണ്ട്. ആ ലൊക്കേഷൻ കാണിച്ചു. പിന്നെ നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു ലൊക്കേഷൻ ആര് കാണിച്ചത്, അന്ന് കാണിച്ചത്. അപ്പൊ ആ ഭാഗത്ത് എവിടെയെങ്കിലും കറങ്ങാൻ സാധ്യത, അവിടെ കുറച്ച് ലോഡ്ജും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിലൂടെ വരാം. അങ്ങനെ ഞങ്ങൾ 2 മണിയായി, ഒന്നുമില്ല, വിവരമൊന്നുമില്ല. 2 മണിയായി ഭക്ഷണം കഴിക്കാൻ കയറി.
അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഷെഡ് കിട്ടിയിട്ടുള്ള ഇങ്ങനെ ഇല്ലേ നമ്മളെ ചെറിയ ഒരു സ്റ്റാൾ പോലെ നല്ല ഭക്ഷണമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം വാങ്ങിച്ചിട്ട് കൈ കുത്തിയതേയുള്ളൂ. കൂടെയുള്ള പറഞ്ഞു അതാ പോകുന്ന ഓട്ടോറിക്ഷയിൽ ചന്ദ്രൻ പോകുന്ന അതെങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് ചന്ദ്രൻ പോകുന്നെന്ന് പറഞ്ഞു. ഇല്ല മിസ്സാണ്. ചന്ദ്രൻ പോകുന്നതെന്ന് പറഞ്ഞ് ചോറിൽ അവിടെ ഇട്ട് അയാൾക്ക് പൈസയും ചാരി കൊടുത്തിട്ട് ഓടി നമ്മളെ വണ്ടി കയറി. പിന്നെ വണ്ടിനെ വേണ്ടിരുന്നു. ബസ് സ്റ്റാൻഡ് എത്തി ഓട്ടോറിക്ഷയിൽ ഇറങ്ങുമ്പോൾ ചന്ദ്രൻ്റെ ഏകദേശം കാട്ടിലുള്ള വേറെ ഏതോ ഒരാൾ നമ്മളെ പൈസയും പോയി ചോറും തന്നില്ല, ആണ് വിട്ടു. അന്ന് പോയി. അന്ന് ഇവനോട് കുറെ ചീത്തയൊക്കെ കിട്ടി, മറ്റൊന്ന് കുറെ ചീത്തയൊക്കെ കിട്ടി. ഞാൻ എവിടെ നോക്കിയിട്ട് പോയി വെറുതെ കൈ കുത്തിയിട്ടേ ഉള്ളൂ, തിന്നിട്ടില്ല ശരി. പിന്നെ മൂടായി. വൈകുന്നേരം 6 മണി വരെ വീണ്ടും ഞങ്ങൾ ഇതെന്നെ പണി അവിടെ തന്നെ ഇരിക്കും. ഇങ്ങോട്ട് പിന്നെ വന്ന് ഞങ്ങൾ 6 മണിയായി. 6 മണിയായപ്പോൾ എന്തെന്നെ ഇങ്ങനെ രാവിലെ ഇരുന്നിട്ട് എന്തോ ചെയ്ത് നമുക്ക് വെറുതെ നടക്കാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വണ്ടി ഒരു സൈഡാക്കിയിട്ട് നമ്മളങ്ങനെ നടന്ന് അല്ല പോലീസ് വണ്ടിയല്ല, നമുക്ക് സ്ക്വാഡിന്റെ വണ്ടിയും അതൊന്നും പോലീസ് ഇല്ലല്ലോ. അത് ഞങ്ങളിങ്ങനെ നടന്നിട്ട് ലോഡ്ജിൽ ഞങ്ങൾ മനസ്സിലിങ്ങനെ തോന്നി വെറുതെ ലോഡ്ജിലായിട്ട് പരിപാടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ്ജിൻ്റെ അടി അങ്ങനെ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ലോഡ്ജുകാരനോട് ചോദിക്കാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇവൻ നമ്മളെ മുമ്പിൽ ഒരു ലോഡ്ജിൻ്റെ സൈഡിലെത്തിയപ്പോൾ ഞങ്ങളെ മുമ്പിൽ. പക്ഷെ ഇവന് ഞങ്ങളെ അറിയാം. കണ്ടപ്പോൾ തന്നെ ഓ സാറേ നിങ്ങൾ എത്തിയല്ലേ എന്ന് പറഞ്ഞു. അവൻ ഞങ്ങളോട് പറഞ്ഞത് ശരി വാ പോവാന്ന് പറഞ്ഞു. നിങ്ങൾ എത്തിയല്ലേ. അവൻ അങ്ങനെ മറ്റവനെ പിടിച്ചറിയാലോ. അങ്ങനെ ഇവൻ മുങ്ങി നടക്കാണ്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് അപ്പൊ അവനെ പിടിച്ച് വണ്ടി കയറ്റി എന്താ എന്നിട്ട് പരിപാടി പറ, ഇതെങ്ങനെയാന്ന് സംഗതി. അപ്പൊ നോക്കുമ്പോ ഇവൻ ആദ്യം തന്നെ പിടിച്ചപ്പോ സാറേ ഞാനൊരു ഷുഗർ രോഗിയാണ്, എനിക്ക് ഭയങ്കര ഷുഗർ. നോക്കിയപ്പോൾ 300-ലധികം ഷുഗർ ഉണ്ട് ഇവര്. കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് അവനോട് പറഞ്ഞു കുറേ വണ്ടിയുണ്ട്, നിരവധി വണ്ടികൾ ഇവർ ഇതേപോലെ ബാംഗ്ലൂർ മൈസൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട്. 13-14 വണ്ടി അന്ന് ഉണ്ട്. എല്ലാവരും ഇതേപോലെ ഓരോ സ്ഥലത്ത് നിന്ന് വടകര ഉണ്ടായിരുന്നു, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ വന്ന് ചോദിക്കും പഠിക്കും അങ്ങനെ പോകുന്നത്. ഈ സംഗതിയിൽ ഇവൻ പറഞ്ഞു അന്നേരം അന്ന് ഒരു വിജേഷിൻ്റെ പേര് കിട്ടുന്നത്. ഒരു വിജേഷ് ഉണ്ട് സാർ, അവനും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ RC ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കുഞ്ഞായൻ കോഴിക്കോടുകാരനാണ്. ഒരു കോഴിക്കോടുകാരൻ കുഞ്ഞായനാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നു. അങ്ങനെ ഇവനെ അവനെ അറസ്റ്റ് കാണിച്ചു, അവനെ റിമാൻഡ് ചെയ്തു. ഈ കേസിലേക്ക് റിമാൻഡ് ചെയ്തു, മറ്റേ കേസിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചു. ഞങ്ങൾ വിജേഷിൻ്റെ ഒരു ഫോട്ടോ സംഘം വെച്ചു, കോണ്ടാക്ട് നമ്പർ ഇവൻ്റെ കിട്ടി. അത് പിന്നെ ലൊക്കേഷൻ ഇട്ടു. 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ കിട്ടി. ഇവിടെ മാണ്ഡ്യ, ബാംഗ്ലൂർ മാണ്ഡ്യയിൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ മാണ്ഡ്യയിൽ പോയി. മാണ്ഡ്യയിൽ കുറേ പണ്ട് കാലങ്ങളിൽ ഈ കൈതച്ചക്കയൊക്കെ കൊണ്ടുപോയിട്ട് വിൽപ്പന നടന്ന സ്ഥലമാണ് മാണ്ഡ്യ. കേരളത്തിൽ നിന്ന് അറിയുകയാണ്. അപ്പോൾ കുറേ ലോഡ്ജ്, ചെറിയ ചെറിയ ലോഡ്ജുകളുണ്ട്. ഞങ്ങൾ ഇവിടെ എല്ലാം കയറാൻ തുടങ്ങി. പോലീസായിട്ടല്ല, ഒരു നാട്ടിൽ ഇവൻ നാട് വിട്ട് പോയതാണ്, അമ്മ മരിക്കാനായിട്ടുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് ഇവനെ കാണണം. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ അടുത്ത അയൽവാസികളാണ്, അമ്മച്ചിക്ക് ഒന്ന് കാണാൻ വേണ്ടിയാണ് അവരെല്ലാ ലോഡ്ജിൽ ഇവരുടെ ഫോട്ടോ കാണിക്കാൻ തുടങ്ങി. ആർക്കും അറിയില്ല. അങ്ങനെ ഞങ്ങളൊരു രാവിലത്തെ എത്തിയിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് അത് തുടങ്ങിയ അങ്ങനെ 12 മണി ഏകദേശം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് വേറൊരു വിവരം കിട്ടി, മടിവാള ഇവൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ 2 മണിക്കൂർ ജേർണി ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. മടിവാള ഞങ്ങൾ നേരെ അവിടത്തേക്ക് കിട്ടും. അവിടെ എത്തി. അപ്പം 3 മണിയെല്ലാം കഴിഞ്ഞു. വിശപ്പായി, ഭക്ഷണം കഴിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായി. വിശപ്പായി, ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ ഒരു സംഗതിക്ക് പുറപ്പെട്ട പിന്നെ അത് കിട്ടുന്നവരെ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ കയറ്റി അവർ സമയം മിസ്സായി പോകില്ല. അങ്ങനെ ചെന്നു ഒരു കടയിൽ കയറിയിട്ട് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു ജ്യൂസ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. ജ്യൂസ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ ഒരു തലശ്ശേരിക്കാരനൊരു മലയാളി പയ്യൻ അപ്പം വെറുതെ ഇങ്ങനെ ചോദിച്ചു അടിയാ നല്ല നമ്മൾ ലോകം പറഞ്ഞു തലശ്ശേരി. ശരി അങ്ങനെ വെറുതെ ചോദിച്ചു. എന്നോട് ആ ചെക്കനെങ്കിൽ നല്ലൊരു മിങ്കിലിങ് കണ്ടപ്പോൾ മോൻ ഈ ഫോട്ടോയിൽ ആളെ ഇടിയിടിങ്ങും കണ്ടില്ല, നമ്മൾ ഇങ്ങനെ സംഗതി അവനിങ്ങനെ നാട് വിട്ട് വന്നതാന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാർ, ഇവിടെ എവിടെയോ ലോഡ്ജിൽ താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസിൽ കൂടി പിന്നെ നല്ല വെസ്പെല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ നിന്നു. നേരെ പയ്യനോട് ഒന്നും കൂടി നല്ല മുട്ടി, ഞങ്ങളെ മുട്ടി. ലാസ്റ്റ് ഓനോട് സുകാര്യം പറഞ്ഞു, ഞങ്ങൾ പോലീസുകാരാണ്, നീ സഹായിക്കണം, അത് ഞങ്ങളിങ്ങനെ കുറേ സംഘടന. അങ്ങനെ അവൻ ഞങ്ങളെ കാണിച്ചു തരാം. അവനറിയാം ഇത്. അവൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയ റൂമായിട്ടുണ്ട്. അങ്ങനത്തെ എൻ്റെ അകത്താണ് ബിജു കയറി ചെന്നു. ബിജുലാൽ അവിടെ കയറി ചെന്നിട്ട് അവനോട് പറഞ്ഞു, ആളെ കണ്ടു, ഒരു അജാനവാഹമായിട്ട് ഒരാൾ. ഇതിൽ നീ താഴേക്ക് നോക്ക്, അവിടെയൊക്കെ നിറച്ചും പോലീസുകാരുണ്ട്, നീ ഇവിടുന്ന് എന്തെങ്കിലും കളിച്ചാൽ
പിന്നെ അത് പണി കിട്ടും എനിക്ക്. അതുകൊണ്ട് നമ്മളെ കൂടെ അനങ്ങാണ്ട് പോരുന്നു. അവനെ ഒച്ചപ്പാണ്ട് അവിടെ ഒന്നുമില്ല. അതുപോലെ അറിയാതെ ഞങ്ങൾ മെല്ലെ കൊണ്ടുവരും. ഞങ്ങൾ 2-3 ആളേ ഉള്ളൂ കൂടെ. ഭയങ്കര ഞങ്ങളെന്ന് തോന്നുന്നു അവൻ്റെ ഒരു കൈ അത്രയ്ക്ക് വലിയൊരാൾ, ഭയങ്കരമായിട്ടൊരാൾ. അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് ഞങ്ങൾ വന്നു. സംഗതി അവന് വണ്ടി കയറി ഞങ്ങൾ വിട്ടു. അന്ന് വിട്ടപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു, സാറേ പിന്നെ ഞാൻ പിന്നെ ചന്ദ്രേട്ടൻ്റെ ഇതിൽ വന്നതാണ്, പക്ഷെ ആളിപ്പോൾ ഇല്ല കേട്ടോ, നോമാർ. അയാൾക്കൊരു എന്താണ് മഞ്ഞപ്പിത്തം വന്നിട്ട്. അല്ല, കേസിന് അതിൻ്റെ ശേഷം അറിയാലോ, അത് മഞ്ഞപ്പിത്തം വന്നിട്ട് മരണപ്പെട്ടു. അപ്പോൾ അതിൽ ഇവൻ ചന്ദ്രേട്ടൻ്റെ കെയർഫിലാന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവൻ വണ്ടി കയറി എന്തോ ഒരു അകന്ന റിലേഷൻ എന്തോ ഉണ്ട്. അവൻ ഇവന് ചെറിയൊരു എന്തെല്ലോ പരിപാടികളും കഴിഞ്ഞ് തരടിയിൽ കൂടി. മലയാളിയാണ്. എൻ്റെ അടുത്തടുത്തന്നെ, ഇവർ രണ്ടാളും അടുത്തടുത്ത് വീട്ടുകാരാണ്. ആ വീട്ടിൻ്റെ അടുത്തടുത്തുള്ള ആള്. അത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ എടുത്തു. വണ്ടിയിൽ വരുമ്പോൾ ഇവൻ ഭയങ്കര ഓഫറാണ് ഞങ്ങൾക്ക്. സാർ ഒരു 2 ലക്ഷം തരാം, ഇപ്പോൾ ഇരുന്ന് വിട്ടാൽ. ആയിക്കോട്ടെ, നമുക്ക് അത് നോക്കാം. നീ വണ്ടി വിടാൻ വന്നു. ഞങ്ങൾ വണ്ടി വിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. പിന്നെ അറസ്റ്റ് അല്ല, പിന്നെ അത് അങ്ങോട്ട് കൂടി. ആദ്യം വന്ന് 2 പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് സാർ കുറച്ചും കൂടി കൂട്ടാൻ വേണമെങ്കിൽ ഇവനെ എവിടെയെങ്കിലും ഒഴിവാടുന്നുണ്ട്. ഞാൻ നമുക്ക് ശ്രമിക്കാം, നോക്കട്ടെ, നമ്മൾ എല്ലാവരോടും ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് കേസ് ആയി. അപ്പോഴത്തേക്ക് FIR എല്ലാം മറ്റേ കേസിൻ്റെ എല്ലാം FIR ഉണ്ടായിരുന്നു. എല്ലാത്തിലും ആയി. FIR ഇട്ടു. ഇവനെ നമ്മൾ ഇത് കൊടുത്ത് കസ്റ്റഡി മേടിച്ചു. പിന്നെ കസ്റ്റഡി കൊടുക്കണല്ലോ, കസ്റ്റഡി മേടിച്ചു. അപ്പോൾ അതിലടുക്ക് ഇവർ ഇത് വന്നു. മറ്റവൻ്റെ 3 ആളെ നമുക്ക് കിട്ടി ഈ കേസിൽ. 3 പേരെ കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് റിക്കവറി ആവണമല്ലോ, വണ്ടി റിക്കവർ ചെയ്യും. 13 ആളും വണ്ടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് സുമരൻ സാറാണ്, നമ്മളിപ്പോഴത്തെ റിട്ടയർഡ് DYSP പി സുമരൻ സാർ, റിട്ടയർഡ് ആയിട്ട് സുമരൻ സാറ് ഞങ്ങളെല്ലാം കൂടിയിട്ട് പുറപ്പെട്ടു. ഇവനെ കസ്റ്റഡി മേടിച്ചു. കസ്റ്റഡി മേടിച്ചിട്ട് വിട്ടു. ഇല്ല, ഓന് ബാക്കി കാര്യങ്ങൾ അറിയില്ല. കേസ് ഏജൻസി മാത്രമേ അവർക്ക് കസ്റ്റഡി മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി ഇവിടെ എത്തി. മൈസൂരുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവർ. അങ്ങനെ ഈ പള്ളിയിൽ ഫാദർ അടിക്കാൻ പോകുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല. സാറേ ഞങ്ങളുണ്ട്, വണ്ടി ഇതെങ്ങനെ നമ്മൾ അറിയാതെ വന്നാണ്. വണ്ടി തന്നു. അങ്ങനെ കിട്ടി വന്ന് ഞങ്ങൾ മൈസൂർ എത്തിയപ്പോൾ ആ ഫിലോമിന ചർച്ചിൻ്റെ മുമ്പിലത്തെ ഒരു കടേൻ്റെ അടുത്തുള്ള ആടെ എത്തിയപ്പോൾ പറഞ്ഞു, സാർ ഇവിടുത്തെ ആളാണെന്ന് പറഞ്ഞു. അത് പക്ക ക്രിമിനൽസിനാണ് വണ്ടി കൊടുത്തിരുന്നത്. ഞങ്ങളെ വളഞ്ഞു വെച്ചു.